അപ്പൊ ദാ 3 ബലൂൺസ്. താങ്ക്സ്, ലവ്, സോറി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് സാർ ഇതിൽ ഏതായിരിക്കും പിക്ക് ചെയ്യാന്നുള്ളത്. ലവ്. എന്താ സാർ? ലവ്. ഓക്കെ, ശരത് സാർ പിക്ക് ചെയ്തിട്ടുള്ളത് ലവ് ആണ്. പറയാമല്ലോ. യെസ്, ഞാൻ എടുത്തത് ലവ് ആണ് അല്ലേ. എല്ലാവർക്കും അവരുടെ ഒരു ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ് അമ്മ. എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തുള്ള സ്നേഹമാണ് പറയാനുള്ളത്. അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാമാണ്. അച്ഛനും അതുപോലെ തന്നെയാണ്. പക്ഷേ അമ്മ ഒരുപാട് അവിടെ മുമ്പിൽ തന്നെയാണ്. അതെനിക്ക് ഉറപ്പായിട്ട് പറയാം. കാര്യം എനിക്ക് എന്താ പറയുക, സംഗീതം തുടങ്ങിത്തന്നത് അമ്മയാണ്. അതൊക്കെ അമ്മ പാടുന്ന പോലെ ഒന്നും പാടാനേ പറ്റത്തില്ല. അമ്മ അസാധ്യമായിട്ട് പാടും. ഈ കൃതികളൊക്കെ ഇത്ര ഫീൽ ചെയ്ത് പാടാൻ പറ്റുമെന്ന് അമ്മയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അസാധ്യമായിട്ട് പാടും. അമ്മയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അത് വേറൊന്നിനോടും ഒരു സാമ്യവും ഇല്ലാത്ത നമുക്കൊരു ശക്തിയാണ് അമ്മയെന്ന് പറഞ്ഞാൽ. ഞാൻ തകർന്ന് പല സന്ദർഭങ്ങളിലും ഇത് എങ്ങനെ എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ പോലും അമ്മയുടെ ഒരു സ്നേഹം, അമ്മയുടെ ഒരു സപ്പോർട്ട്. എത്ര ക്രൈസിസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, കുറേ കണ്ടമാനം. ആ സമയത്തൊക്കെ അമ്മ ഒരു വല്ലാത്ത ഒരു ശക്തിയായിരുന്നു. അമ്മയുടെ ഒരു സ്നേഹം, അമ്മയുടെ ഒരു തീരുമാനമായിരുന്നു ഞാൻ പഠിക്കണ്ടെന്ന്. കാരണം അമ്മയ്ക്കറിയാം ഞാൻ പഠിച്ചാൽ ഗുണം പിടിക്കത്തില്ലെന്ന്. അപ്പോൾ എൻ്റെ തലയിൽ ഈ പഠിത്തം കയറത്തില്ല. കണക്കും അറിഞ്ഞൂടാ, ഹിന്ദി അറിഞ്ഞൂടാ. അപ്പം നീ പഠിക്കണ്ട മോനെ, നീ സംഗീതം അതിന് നിനക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ മദ്രാസിൽ കൊണ്ടുപോകുന്നത് അമ്മ ഒറ്റ ഒരാളാണ്. അപ്പം അത് പറയാതിരിക്കാൻ വയ്യ. ആ ഒരു സപ്പോർട്ട്. എന്തിന് എൻ്റെ ഫസ്റ്റ് ഫിലിം നടക്കുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറ്റിച്ചിട്ട് പോയപ്പോഴും അമ്മയുടെ കൈകിടന്ന് വളയും അതൊക്കെ ഊരിത്തന്നാണ്. മോനെ ചെയ്യടാ, പാട്ട് നന്നായിട്ടുണ്ടടാ, നീ ഇത് കൊണ്ട് വിൽക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസ കൊടുന്ന് പറഞ്ഞു. ചിത്ര ചേച്ചിക്ക് വരെ അമ്മയുടെ വളവിറ്റ പൈസയാണ് ഞാൻ കൊടുത്തത്. അതിന് അത്തരം ഒരു സപ്പോർട്ട്. പിന്നെ പല ജീവിതത്തിൽ എൻ്റെ ചെറുപ്പകാലമാണെങ്കിൽ പല ഘട്ടങ്ങൾ ഈ ഫിനാൻഷ്യലി അങ്ങനെയുള്ള കുറേ പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അമ്മ ഒരാൾ ആരെയും അറിയിക്കാതെ അമ്മ കരയുന്നത് എനിക്കറിയാം. അത് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത് അമ്മയ്ക്കൊന്നും തിരിച്ച് എന്താ പറയണ്ടേ. ഈ അമ്മമാർക്കൊന്നും നമുക്ക് തിരിച്ച് ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനൊന്നും ഇല്ല. ഒരമ്മയ്ക്ക് നമ്മളൊരു മകന് തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അതൊരു അൾട്ടിമേറ്റായിട്ടൊരു ദൈവതുല്യമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പോഴും അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ എനിക്ക് വല്ലാത്ത വിഷമം. എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് അമ്മ പോകുന്നത്. അത് ആ സമയത്തൊക്കെ അങ്ങ് തട്ടിപ്പോയാൽ മതി എന്ന് വരെ ആലോചിച്ചു. കാര്യം അത്രയ്ക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അങ്ങ് പോവാന്ന് പറയുമ്പോഴേ അത് മറ്റേത് എപ്പോഴും അമ്മ കുഴപ്പമില്ല മക്കളെ, വാടാ കഴിക്കടാ, അമ്മച്ചിയെ കാണാൻ വാടാ എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നയിക്കുന്നത് ആ ഒരു ശക്തി തന്നെയാണ് ഉറപ്പായിട്ട്. അപ്പം അമ്മയ്ക്ക് ഇപ്പോഴും എൻ്റെ മനസ്സ് വിഷമിക്കുന്നത് അമ്മയ്ക്ക് ഒന്നും ചെയ്തില്ലല്ലോ. അമ്മയ്ക്കാണ് നമ്മൾ സാധാരണയായിട്ടൊന്ന് പാടിയാലൊന്നും ഇഷ്ടമല്ല. എല്ലാം ഇങ്ങനെ അക്രബാറ്റിക്സ് സർക്കസ് കാണിച്ച് പാടിയാലേ അമ്മയ്ക്കൊരു ചിരിയെങ്കിലും ചിരി വരത്തുള്ളൂ. ഇത് കൊള്ളാം മക്കളെ. ഇത്രയും ഞാൻ ഫിലിം ചെയ്തു, എത്രയോ പാട്ടുകൾ ചെയ്തിട്ടും അമ്മയ്ക്ക് കുറച്ചിഷ്ടമായത് ഭാവയാമി മാത്രമാണ്. കുറച്ച് സന്തോഷിച്ചത് അമ്മ. കാരണം അമ്മയുടെ ഒരു സ്വഭാവം അതാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കുറേ സംഗതികളോ അതൊക്കെ ഇഷ്ടമാണ്. അമ്മ അസാധ്യം പാടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാലത്തും ഇപ്പോഴും അമ്മ കൂടില്ല, ഫിസിക്കലി ഇല്ലെന്നേ ഉള്ളൂ. അമ്മയുടെ ഒരു പവർ പല സമയത്തും അമ്മയുടെ ആ പ്രസൻസ് ഞാൻ ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അമ്മേ എന്ന് വിളിച്ചാൽ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടാറുണ്ട്.
അപ്പോൾ എല്ലാവർക്കും അമ്മമാരുടെ സ്നേഹം അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഒരിത്തിരി ഈ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കുക. എല്ലാ മക്കളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അമ്മമാരെ വിഷമിപ്പിക്കാതിരിക്കുക. അതേ കൂടുതൽ നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ അമ്പലത്തിൽ പോകണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. നിങ്ങളുടെ പെറ്റമ്മയുടെ കാല് തൊട്ട് തൊഴുത് ആ മനസ്സ് നോകാതെ നോക്കിയാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. വേറൊന്നും പറയാനില്ല. താങ്ക് യു. സാറിന്റെ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടാവും. സാർ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രസൻസ് ഇപ്പൊ തന്നെ ഈ ഫ്ലോറിലുണ്ടാവും. സാറിന്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ചക്കര ഉമ്മ. താങ്ക് യു.